മാർച്ച് 1 മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കുള്ള വീടുകളുടെ ആദ്യഘട്ട വിതരണം നടന്നതിന് ശേഷം പലതരത്തിലുള്ള വിവാദങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുന്നത്. ഒന്ന്, കൊടുത്ത വീട് ഇപ്പോൾ കയറി താമസിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും വരുന്നു. മറ്റൊന്ന്, ആ ചടങ്ങുമായി ബന്ധപ്പെട്ട് സിദ്ദിഖ് MLA കൂവിത്തോൽപ്പിക്കാൻ നോക്കിയതിനെതിരെ വരുന്ന ഇടപെടലുകളാണ്. ഇതിലൊക്കെ അപ്പുറം മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടതായിട്ടുണ്ട്. ആ വീട് നിർമ്മാണത്തിന് കേരളത്തിലുള്ള UDFൻ്റെ MLAമാരോ MP മാരോ ഒന്നും പണം കൊടുത്തില്ല എന്നുള്ള തരത്തിലുള്ള വ്യാപകമായ പോസ്റ്റിങ്സും നമ്മൾ കാണുന്നു. അതിനെ തുടർന്ന് പിന്നീടുള്ള ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്നത് മനസ്സില്ലാ മനസ്സോടെ IC ബാലകൃഷ്ണൻ MLA ഉൾപ്പെടെ റോജി M ജോൺ ഉൾപ്പെടെ തങ്ങൾ CMDRFലേക്ക് കൊടുത്ത പണത്തിൻ്റെ റെസിപ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ മനസ്സില്ലാ മനസ്സോടെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതുകൂടാതെ മറ്റൊന്നുകൂടി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റുന്നതായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഹാരിസ് അറബി എന്ന് പറയുന്ന ഫേസ്ബുക്ക് ID-യിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഇടപെടലാണ്. തൻ്റെ സത്യാന്വേഷണമാണ് എന്നാണ് ഹാരിസ് പറയുന്നത്. 20 കോടി DYFI CMDRFലേക്ക് കൊടുത്തു എന്നാണ് അവരുടെ അവകാശവാദം. ആക്രി പെറുക്കിയും അങ്ങനെ തുടങ്ങി തട്ടുകട നടത്തിയും ചായ വിറ്റും അങ്ങനെ പലതരത്തിലാണ് ആ പണം സമാഹരിച്ചത് എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അതിന് ഒന്നുകൂടി ഹോണർ ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി. ആ 20 കോടി എവിടെയാണ് കൊടുത്തത് എന്ന ചോദ്യമാണ് ഹാരിസ് അറബി മുന്നോട്ട് വയ്ക്കുന്നത്. CMDRFൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ് കാണും. ആ റെസിപ്റ്റ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? ആ റെസിപ്റ്റ് നിങ്ങൾ എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തത് എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഒരു ചോദ്യം ഉയർന്നു വന്നപ്പോൾ DYFI പുറത്തുവിട്ട ഒരു രശീതിയുണ്ട്. ആ രശീതി പക്ഷേ CMDRFൽ നിന്നുള്ളതല്ല. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പറയുന്നത് പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ യൂണിറ്റ് വയനാട് ടൗൺഷിപ്പ് എന്ന പേരിലുള്ള ഒരു റെസിപ്റ്റാണ് 20 കോടി കിട്ടിയതായിട്ട് നിങ്ങളുടെ മെയിലിൽ DYFI തന്നെ കൊടുത്ത മെയിലിൽ അതിന് മറുപടി കൊടുക്കുന്ന തരത്തിൽ ആ 20 കോടി രൂപ കിട്ടിയതായിട്ട് കാണിക്കുന്ന ഒരു മെയിൽ സന്ദേശമാണ് DYFI അതിൻ്റെ രേഖയാണ് പുറത്തു വിട്ടിട്ടുള്ളത് എന്നാണ്. അതേസമയം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ഈ പണം എത്ര ഗഡുക്കളായിട്ട് നൽകണം എന്നതിനെ സംബന്ധിച്ചും ഒരു രേഖ ഈ ഹാരിസ് അറബി തൻ്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് PIU എന്നാൽ വയനാട് ടൗൺഷിപ്പ് പ്രോജക്റ്റിൻ്റെ നോഡൽ ഏജൻസിയായി സർക്കാർ അപ്പോയിൻറ്റ് ചെയ്ത സ്ഥാപനമാണ്. പണം നൽകി എന്ന് DYFIക്കാർ PIUവിനെ ആണ് അറിയിക്കുന്നത്. DYFI നേതാക്കളുടെ തന്നെ വാദവും സോഷ്യൽ മീഡിയ പോസ്റ്റും വെച്ച് നോക്കിയാൽ DYFI പണം നൽകിയത് മുഖ്യമന്ത്രി വഴി CMDRFിലേക്കാണ്. അതിനെങ്ങനെയാണ് PIU റെസീറ്റ് നൽകുന്നത് എന്നാണ് ഹാരിസ് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതുകൂടാതെ സർക്കാർ സംവിധാനം എങ്ങനെയാണ് അവർക്ക് കിട്ടാത്ത തുകയ്ക്ക് റെസീറ്റ് നൽകുന്നത് എന്നും ചോദിക്കുന്നു. ഇനി PIU റെഫർ ചെയ്യുന്നത് ഏതെങ്കിലും ബാങ്ക് ട്രാൻസ്ഫർ വിവരങ്ങൾ ആണെങ്കിൽ പോകട്ടെ എന്ന് വെക്കാം. എന്നാൽ ഇവിടെ റെഫറൻസ് DYFIക്കാരുടെ ഇമെയിലാണ്. തങ്ങൾ 20 കോടി കൊടുത്തു എന്ന് DYFI അയച്ച മെയിൽ അനുസരിച്ചാണ് PIU റെസീറ്റ് നൽകിയത്. PIU റെസീറ്റ് പ്രകാരം പണം ഇൻസ്റ്റാൾമെൻ്റായി കൊടുക്കാം എന്ന് DYFI ഊരാളുങ്കലും ആയി സ്പോൺസർഷിപ്പ് കരാറുണ്ടാക്കി. ഇതൊക്കെ വിചിത്രമായ കാര്യങ്ങളാണ്. കേരളത്തിൽ പലരും CMDRFലേക്ക് കൊടുത്തിട്ടുണ്ട്. പാവപ്പെട്ടവർ മുതൽ പണക്കാർ വരെ, കേരളത്തിനകത്തുള്ളവർ മുതൽ പുറത്തുള്ളവർ ഉൾപ്പെടെ എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്തിട്ടുണ്ട്. പക്ഷേ DYFI കൊടുത്തതുപോലൊരു പണം മറ്റാരും കൊടുത്തിട്ടില്ല. ആ രീതിയിൽ ആരും പണം കൊടുത്തിട്ടില്ല. അപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം ഒന്ന് മാത്രമാണ്, വളരെ ലളിതമാണത്. നിങ്ങൾ കൊടുത്ത പണത്തിൻ്റെ രശീതി എവിടെ? DYFIക്കാർ അതിന് മറുപടി നൽകണം. അതിൻ്റെ തെളിവ് പുറത്തുവിടണം. ബാക്കിയുള്ളവരൊന്നും കൊടുത്തിട്ടില്ല എന്ന് വലിയ തോതിൽ ആക്ഷേപിക്കുമ്പോൾ തങ്ങൾ കൊടുത്തതിൻ്റെ രേഖ ജനങ്ങളുടെ മുമ്പാകെ വയ്ക്കാൻ അവർക്ക് കഴിയണം. തെറ്റായ വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കൊടുത്തവരുടെ പേരിലൊന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ കളിയാക്കുന്ന തരത്തിലുള്ള പോസ്റ്റ് ഇടാൻ മുന്നിൽ നിൽക്കുന്നവർ ഈ തരത്തിലൊരു ചോദ്യം ഉയരുമ്പോൾ അതിന് തൃപ്തികരമായ മറുപടി പൊതുജനങ്ങളുടെ മുമ്പാകെ വയ്ക്കേണ്ടതുണ്ട്. പക്ഷേ ഇതുവരെയും ഹാരിസ് അറബി ഈ പോസ്റ്റ് ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു 2 ദിവസത്തിലേറെയായി. ഇതുവരെയും ഉത്തരവാദപ്പെട്ട ഒരു DYFIയുടെ നേതാവ് പോലും തങ്ങൾ കൊടുത്ത പണത്തിൻ്റെ റെസിപ്റ്റ്, CMDRFന് നൽകിയ റെസിപ്റ്റ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.